1989 ഒക്ടോബർ 21 ക്യൂൻസ്ലാൻഡ്, ഓസ്ട്രേലിയ. ക്യൂൻസ്ലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ബ്രിസ്ബണിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയായിരുന്നു ബ്രിസ്ബൻ റിവർ. എന്നും രാവിലെ തന്നെ ബ്രിസ്ബൺ സെയിലിംഗ് ക്ലബിലെ അംഗങ്ങളായിട്ടുള്ള നിരവധി പേർ അവിടെ കയാക്കിങ്ങിനും മറ്റുമായി എത്താറുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ കറൺ. അദ്ദേഹം ഒക്ടോബർ 21 അതിരാവിലെ ബ്രിസ്ബൺ നദിക്കരയിലൂടെ ബോട്ട് ഹൗസിലേക്ക് നടന്നു പോവുകയായിരുന്നു. അന്നത്തെ പ്രഭാതം കയാക്കിംഗ് എല്ലാം നടത്തി ഉന്മേഷപ്രദമാക്കണമെന്ന ഉദ്ദേശത്തോടെ പോവുകയായിരുന്ന സ്റ്റീഫനെ കാത്തിരുന്നത് അയാളുടെ ജീവിതത്തിൽ തന്നെ മറക്കാൻ കഴിയാത്ത, മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ദേഹമാസകലം മുറിവേറ്റ് കണ്ടാൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത, കഴുത്തുൾപ്പെടെ അറ്റുതൂങ്ങിയ ഒരു പുരുഷന്റെ മൃതദേഹം ചോരയൊലിപ്പിച്ചു കിടക്കുന്ന അതിദാരുണമായ ഒരു കാഴ്ചയായിരുന്നു സ്റ്റീഫൻ കണ്ടത്. കണ്ട മാത്രയിൽ തന്നെ അലറി വിളിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. സ്റ്റീഫന്റെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടുകയും അവരിൽ ചിലർ ബ്രിസ്ബൺ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു.